ക്രൂഡ് ഓയിൽ വില ബാരലിന് $110 മുകളിൽ. ഇന്ത്യൻ ഓഹരി വിപണി ജാഗ്രതയോടെ. നിഫ്റ്റി 22,700 നിലയിൽ. ഇറാനിയൻ ക്രൂഡ് ഇറക്കുമതി തുടരുന്നു. പേയ്മെന്റ് പ്രശ്നമില്ലെന്ന് ഓയിൽ മന്ത്രാലയം. വിപ്രോ ഒലാം ഗ്രൂപ്പുമായി 8 വർഷത്തെ AI കരാർ. അമുൽ 1 ലക്ഷം കോടി രൂപ കടന്നു. 11% വളർച്ച. രൂപയുടെ മൂല്യം ഡോളറിനെതിരെ താഴ്ന്നു. ബുക്കർമാൻ ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക. ഡിജിറ്റൽ ന്യൂസ് പ്രസന്റർ. പശ്ചിമേഷ്യ യുദ്ധം തുടരുന്നു. ക്രൂഡ് ഓയിൽ വില ബാരലിന് $110 മുകളിൽ. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം കാരണം ക്രൂഡ് ഓയിൽ വില ഉയർന്നു. ബ്രെന്റ് ക്രൂഡ് ബാരലിന് $111 എത്തി. ഇത് ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് കൂട്ടും. പണപ്പെരുപ്പം വർദ്ധിപ്പിക്കാം. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിലൂടെയുള്ള കപ്പലുകൾ സുരക്ഷിതമായി കടക്കുന്നുവെന്ന് ഇറാൻ പറഞ്ഞു. ഇന്ത്യൻ ഓഹരി വിപണി ജാഗ്രതയോടെ. നിഫ്റ്റി 22,700 നിലയിൽ. ജിയോ പൊളിറ്റിക്കൽ ടെൻഷനും ഉയർന്ന ഓയിൽ വിലയും കാരണം വിപണി ജാഗ്രതയിലാണ്. നിഫ്റ്റി 22,700. സെൻസെക്സ് 3,30,000 നിലനിന്നു. വിദേശ നിക്ഷേപകർ വിൽപ്പന തുടരുന്നു. എന്നാൽ രൂപയുടെ മൂല്യം ഉയരുന്നത് ചില ആശ്വാസം നൽകി. ഇറാനിയൻ ക്രൂഡ് ഇറക്കുമതി തുടരുന്നു. പേയ്മെന്റ് പ്രശ്നമില്ലെന്ന് ഓയിൽ മന്ത്രാലയം. ഇറാനിൽ നിന്നുള്ള ക്രൂഡ് വാങ്ങൽ തുടരുന്നതായി പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. പേയ്മെന്റ് പ്രശ്നങ്ങൾ കാരണം കപ്പലുകൾ തിരിച്ചുവിട്ടുവെന്ന വാർത്തകൾ തള്ളി. മിഡിൽ ഈസ്റ്റ് വിതരണ തടസ്സങ്ങൾക്കിടയിലും ഇന്ത്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നുവെന്ന് വ്യക്തമാക്കി. വിപ്രോ ഒലാം ഗ്രൂപ്പുമായി 8 വർഷത്തെ AI കരാർ. മൂല്യം $1 ബില്യൺ മുകളിൽ. വിപ്രോ ഒലാം ഗ്രൂപ്പുമായി 8 വർഷത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കരാർ ഒപ്പിട്ടു. കരാറിന്റെ മൂല്യം $1 ബില്യൺ മുകളിലാകാം. ഓഹരി വിലയിൽ 2% ഉയർച്ചയുണ്ടായി. AIയുടെ ഭാവി പ്രവർത്തനങ്ങളിൽ ഊന്നൽ നൽകി മൈക്രോസോഫ്റ്റ് ഇന്ത്യ പ്രസിഡന്റ് പ്രതികരിച്ചു. അമുൽ 1 ലക്ഷം കോടി രൂപ കടന്നു. 11% വളർച്ച. അമുൽ 1 ലക്ഷം കോടി രൂപയുടെ ടേൺഓവർ കടന്നു. 11% വളർച്ചയോടെ റെക്കോർഡ് നേട്ടം. ഇന്ത്യയുടെ ഫാർമ കയറ്റുമതി ഫെബ്രുവരി വരെ $28 ബില്യൺ മുകളിലെത്തി. രൂപയിൽ വളർച്ച തുടരുമെന്ന് പ്രതീക്ഷ. രൂപയുടെ മൂല്യം ഡോളറിനെതിരെ താഴ്ന്നു. ഓയിൽ വിലയാണ് കാരണം. മിഡിൽ ഈസ്റ്റ് റിസ്കുകൾ കാരണം ഡോളറിനെതിരെ രൂപയുടെ മൂല്യം താഴ്ന്നു. US ഡോളറിന് 92 രൂപയ്ക്ക് മുകളിലെത്തി. ക്രൂഡ് ഓയിൽ വില ഉയരുന്നത് ഇറക്കുമതി ബില്ല് വർദ്ധിപ്പിക്കും. ഞാൻ ദേവിക. ബുക്കർമാൻ ബിസിനസ് ന്യൂസ് വീണ്ടും നാളെ രാവിലെ 7:30. ഹാവ് എ നൈസ് ഡേ.